മക്കളെ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ പ്ലസ് ടു ഫിസിക്സ് NCERT എക്സസൈസ് ക്വസ്റ്റ്യൻസ് സീരീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്ലസ് ടു ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ 1.11 എക്സസൈസ് ഇതാണ്. ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. എ പോളിത്തീൻ പീസ് റബ്ബഡ് വിത്ത് വൂൾ ഈസ് ഫൗണ്ട് ടു ഹാവ് എ നെഗറ്റീവ് ചാർജ് ഓഫ് 3 × 10⁻⁷ കൂളോം എന്നാണ് പറയുന്നത്. അതായത് പോളിത്തീന് നമ്മൾ വൂളുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ പോളിത്തീന് നെഗറ്റീവ് ചാർജ് എത്ര കിട്ടിയിട്ടുണ്ട്? 3 × 10⁻⁷ കൂളോം അത്രത്തോളം നെഗറ്റീവ് ചാർജ് കിട്ടിയിട്ടുണ്ട്. ദെൻ എ ക്വസ്റ്റ്യൻ എന്താണ്? എസ്റ്റിമേറ്റ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ഫ്രം വിച്ച് ടു വിച്ച്. ഓക്കെ, അതായത് ഏതിൽ നിന്ന് ഏതിലേക്കാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്ത് അത് എത്രയാണ് ട്രാൻസ്ഫർ ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ബി പാർട്ട് പറയുന്നത് ഈസ് ദർ എ ട്രാൻസ്ഫർ ഓഫ് മാസ് ഫ്രം വൂൾ ടു പോളിത്തീൻ. വൂളിൽ നിന്ന് പോളിത്തീനിലേക്ക്. അപ്പോൾ നമുക്കൊരു കാര്യം ഇവിടുന്ന് മനസ്സിലായി, വൂളിൽ നിന്ന് പോളിത്തീനിലേക്കാണ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവുക. അതിൽ ബി പാർട്ട് ചോദിക്കുന്നത് മാസിൽ ട്രാൻസ്ഫറിങ്ങോ മാസിൽ വേരിയേഷൻസ് ഉണ്ടായിട്ടോ ഉണ്ടാവുമോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം എന്താണ് എയും ബിയും. അപ്പോൾ മക്കളെ ക്വസ്റ്റ്യൻ കണ്ടല്ലോ. അപ്പോൾ എന്താണ് എ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? പോളിത്തീന് ആരുമായിട്ട് റബ്ബ് ചെയ്ത് നമുക്ക് ഡീറ്റെയിൽ നോക്കാം. ആരുമായിട്ടാണ്? ഓക്കെ, നമുക്ക് ആദ്യം ജനറലൈസ് ചെയ്യാം. ഓക്കെ, പോളിത്തീനെ പാർട്ടിൽ നമുക്ക് വരാം. പോളിത്തീന് ആരുമായിട്ട് റബ്ബ് ചെയ്യേണ്ട ഒരു തിയറി, വളരെ സിമ്പിളായിട്ടുള്ള തിയറി. ചാപ്റ്റർ ആദ്യ ഭാഗത്താണ് കോൺസെപ്റ്റ് വരുന്നത്. റബ്ബിംഗ് ഒക്കെ വരുന്ന ഒരു കേസാണ്. നമ്മുടെ മെത്തേഡ്സ് ഓഫ് ചാർജിങ്ങിൻ്റെ ആ ഭാഗത്ത് ക്വാണ്ടൈസേഷൻ ഒക്കെ വരുന്ന കോൺസെപ്റ്റാണ്. ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ലേറ്റർ എഴുതാം. ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് പഠിക്കാമല്ലോ. പോളിത്തീന് വൂളുമായിട്ട് റബ്ബ് ചെയ്തു. ആ സമയത്ത് പോളിത്തീൻ എന്ത് കിട്ടിയെന്നാണ് പറയുന്നത്? നെഗറ്റീവ്. ഇത് എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്. പോളിത്തീന് നെഗറ്റീവ് ചാർജ് കിട്ടിയെന്നും സ്വാഭാവികമായിട്ട് അപ്പോൾ വൂളിന് എന്ത് കിട്ടിയിട്ടുണ്ടാവും? പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഇവനിക്ക് പോളിത്തീന് നെഗറ്റീവ് ചാർജ് കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും എവിടെ നിന്ന്? കാരണം വിട്ടുകൊടുക്കുന്ന ആളാണ്, അല്ലെങ്കിൽ വാങ്ങുന്ന ആളാണ് നെഗറ്റീവ് ആവുക. വിട്ടുകൊടുക്കുന്ന ആൾ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവുക പോസിറ്റീവ് കിട്ടിയ ആൾ അതാരാണ്? വൂളാണ്. ഓക്കെ, ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യുക വൂളാണ്. അങ്ങനെയാണ് ഇലക്ട്രോൺ പോസിറ്റീവ് ചാർജ് കിട്ടുക. ഇതേ സമയം പോളിത്തീൻ ഇലക്ട്രോണെ വാങ്ങിയാണ് ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവ് ചാർജ് ആർക്ക് കിട്ടും? പോളിത്തീൻ കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു കാര്യം മനസ്സിലായി, വൂളിൽ നിന്ന് പോളിത്തീനിലേക്കാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവുക. ക്ലിയർ ആണ്. ഇത് നമ്മൾ ജനറലൈസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ എ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? എത്ര ഇലക്ട്രോൺസ് ആണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏറ്റവും മക്കൾ ഏതാണ് കോൺസെപ്റ്റ്? നമുക്കറിയാം ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് അറിയാം. Q = +or- ആണ്. മക്കൾ പ്രോബ്ലം ചെയ്യുമ്പം Q +or- ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഒരു തിയറി ആയിട്ട് ചോദിച്ചാൽ വാട്ട് ഡു യു മീൻ ബൈ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്, ആ സമയത്ത് നിങ്ങൾ +or- കൂടി ഇടണം. കാരണം വിട്ട് കൊടുക്കുമ്പോൾ പോസിറ്റീവ് വാങ്ങുമ്പോൾ നെഗറ്റീവ് ആവുന്നില്ല. ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം നമുക്ക് നമ്പർ കണ്ടുപിടിക്കും, എത്ര ആൾ ട്രാൻസ്ഫർ ചെയ്തൊന്നുമില്ല. അപ്പോൾ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്? ഇ എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ചാർജ്. അപ്പോൾ മക്കൾ ഇതാണ് ഈ ക്വസ്റ്റ്യനിലെ കോൺസെപ്റ്റ്. ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് ഈ കോൺസെപ്റ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ N = Q/E. അതുപോലെ ടോപ്പിക് വൈസ് വീഡിയോ വേണം, പ്ലേലിസ്റ്റ് നോക്കുക. അതുപോലെ പ്രാക്ടിക്കലിൻ്റെ വീഡിയോസും ചാനലിൽ കിടക്കുന്നുണ്ട്. മക്കളൊന്ന് ജസ്റ്റ് നോക്കി നോക്ക്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങൾ അറിയിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. N = Q/E. വളരെ സിമ്പിളായ കാര്യമാണ്. Q എത്രയാണ്? Q ഇലക്ട്രോൺ അവിടെ കിട്ടിയിരിക്കുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ 3 × 10⁻⁷ കൂളോമാണ് കിട്ടിയത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് മൈനസ് എടുക്കുമ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് താഴെ മൈനസ് എടുത്തിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ Q എത്രയാണ്? മാഗ്നിറ്റ്യൂഡ് 3 × 10⁻⁷. അതുപോലെ ഇൻ്റെ വാല്യൂ എത്രയാണ്? നമ്മൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ചാർജ് ഇൻ്റെ വാല്യൂ എത്രയാണ്? 1.6 × 10⁻⁹ വരും. 1.6 × 10⁻⁹. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് കിട്ടുന്നുണ്ട്? നമ്മുടെ എത്ര ഇലക്ട്രോൺസ് ആണ് ട്രാൻസ്ഫർ ചെയ്ത് എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ചെയ്ത് നോക്കി. ഞാനിതൊന്ന് ജസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയിരുന്ന വാല്യൂ ഇതാണ്. മക്കളൊന്ന് ചെക്ക് ചെയ്യണേ. 1.87 × 10⁻12 എന്നാണ് കിട്ടിയിട്ടുള്ളത്. 1.87. ഞാൻ ഇത് ചെയ്യുമ്പോൾ തന്നെ 1.87 എന്ന് കിട്ടും. കാരണം 3/1.6 എന്ന് പറയുന്നത് 3.2 ആണെങ്കിൽ 2 ഉണ്ടാകുമായിരുന്നു. അപ്പോൾ 2നേക്കാൾ കുറച്ച് കുറഞ്ഞു. ഇവിടെ നോക്കി തന്നെ പവർ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. 19 മുകളിലേക്ക് വരുന്നത്, -90 മുകളിലേക്ക് വരും, 19 ആകും. 19 ഡിവൈഡഡ് മൈനസ് എത്രയുണ്ടാവും? 7 ഉണ്ടാവും. 12 7 19. അങ്ങനെയാണ് ഞാൻ 10⁻12 എന്ന് എഴുതിയത്. അപ്പോൾ എനിക്കത് തെറ്റിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ജസ്റ്റ് ജസ്റ്റ് ചെക്ക് ചെയ്തോ. അപ്പോൾ എത്ര ഇലക്ട്രോണാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവുക? 1.87 × 10⁻12. അങ്ങനെ നമുക്ക് എ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ട് കാണും കേട്ടോ. അതിൽ തന്നെ കൂടെ തന്നെ ബി പാർട്ട് ചോദിക്കുന്നുണ്ട്. എന്താണ് ബി പാർട്ട് ചോദിക്കുന്നത്? ഈസ് ദർ ഇൻ ട്രാൻസ്ഫർ ഓഫ് മാസ് എന്നാണ്. സ്വാഭാവികമായിട്ട് ഞാൻ തൊട്ട് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, വൂളിൽ നിന്ന് അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി നമ്മൾ പറഞ്ഞു കേട്ടോ. വൂളിൽ നിന്ന് പോളിത്തീനിലേക്കാണ് ആര് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്തത്. സ്വാഭാവികമായിട്ടും എത്ര ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്തു നമ്മൾ കണ്ടെത്തിയത്? 1.87 × 10⁻12 -12 വരെ 10⁻12 ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഫ്രം വൂൾ ടു പോളിത്തീന്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇലക്ട്രോൺ എന്തുണ്ട്? മാസ് ഉണ്ട്. വളരെ ചെറിയൊരു മാസാണ്. ഓക്കെ, വളരെ ചെറിയൊരു എലമെൻ്ററി പാർട്ടിക്കിളാണ് ഇലക്ട്രോൺ. ആയിക്കോട്ടെ, 9.1 × 10⁻31 എന്ന് പറയുന്ന വളരെ ചെറിയൊരു മാസ് ആണെങ്കിലും ഇലക്ട്രോൺ മാസ് ഉണ്ടല്ലോ മക്കളെ. അപ്പോൾ ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ഇത്രത്തോളം നഷ്ടം വൂളിന് സംഭവിച്ചിട്ടുണ്ടാവില്ലേ?
ഓക്കെ, വോളിൽ നിന്ന് പോളിത്തീനിലേക്കാണ് ഇലക്ട്രോൺ പോകുന്നത്. ഒരു ഇലക്ട്രോൺ പോയാൽ ഇത്രത്തോളം മൈനസ് ചെയ്യണം, ഇത്രത്തോളം വാല്യൂ കുറയും. ഓക്കെ, രണ്ടാൾ പോയെങ്കിലോ ഇനി 2 ടൈംസ് അവിടെ എന്തെങ്കിലും കുറയും, കാരണം 2 ഇലക്ട്രോണിൻ്റെ മാസ് കുറക്കണം. പക്ഷേ എത്ര ഇലക്ട്രോൺസാണ് പോയിട്ടുണ്ടായിരുന്നത്? 1.87. ക്വസ്റ്റ്യൻ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. ക്വസ്റ്റ്യൻ മാസിൽ ട്രാൻസ്ഫർ കൊണ്ട് ചോദിച്ചാൽ ഷുവൽ എസ് ഓർണോ ക്വസ്റ്റ്യൻ ആണ്. ഷുവൽ ആൻസർ ഈസ് യെസ്. കാരണം എന്തുകൊണ്ടാണ്? കാരണം ഒരു ഇലക്ട്രോൺ എന്തുണ്ട്? മാസ് ഉണ്ട്. വോളിൽ നിന്ന് പോളിത്തീനിലേക്ക് ഇലക്ട്രോൺ പോകുമ്പോൾ അത്രത്തോളം ഇലക്ട്രോണിൻ്റെ മാസ് വോളിൽ കുറയും, പോളിത്തീൻ അത്രത്തോളം മാസ് കൂടുകയും ചെയ്യും സ്വാഭാവികമായിട്ടും. ഇനി നിങ്ങളുടെ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ അങ്ങനെ ചിന്തിക്കുക. കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിലോ 2 ഇലക്ട്രോണാണ് പോയി 2 ഇൻറ്റു 3 ഇലക്ട്രോണാണ് 3 ഇൻറ്റു 10 ആണെങ്കിൽ 10 ഇൻറ്റു ഇവിടെ 3 ഇലക്ട്രോണാണ് പോയ 1.87 ഇൻറ്റു 10⁻12. എത്ര മാസം കുറക്കേണ്ടി വരിക? 1.87 ഇൻറ്റു 9.1 ഇൻറ്റു 10⁻31 ചെയ്താൽ കിട്ടുന്ന വാല്യൂ അത്രത്തോളം മാസ് വോളിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ടാകും. അത്രത്തോളം മാസ് എവിടെ കിട്ടിയിട്ടുണ്ടാകും? പോളിത്തീൻ. ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു മാസമൊന്നും അല്ല കേട്ടോ. ഓക്കെ, എനിവേ മാസിൽ വേരിയേഷൻ ഷുവർലി ഉണ്ടാവും. അതേ ചോദിച്ചിട്ടുള്ളെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അത് എന്തെങ്കിലും പറ്റുന്നുണ്ട്. ഓക്കെ, അത് അങ്ങനെ ചെയ്താൽ മതി. വേണമെങ്കിൽ എം ഇസ് ഈക്വൽ എത്രയാണ് മാസിൽ ഉണ്ടായിരുന്നത്, ലോസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ഇൻറ്റു മാസ് ഓഫ് ഇലക്ട്രോൺ ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺ ട്രാൻസ്ഫർ, മാസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എക്സസൈസ് 1.11 ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇത് നോക്കണം. ക്വാണ്ടിസേഷൻ ഓഫ് ചാർജ് ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ വന്ന കോൺസെപ്റ്റ്. ക്ലിയർ ആയി ചെയ്ത് ഡൗട്ട് ഇഷ്യൂകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓരോ ക്വസ്റ്റിനും വേണ്ടി നിങ്ങൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.